ഹലോ! എല്ലാവർക്കും സുഖമാണോ? അയ്യോ ഗൈസ് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ ഈ ചിരിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ സുഖമായിട്ടിരിക്കുമെന്ന്. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ ഡോക്ടറെ കണ്ട് ഒരു പെയിൻ കില്ലറൊക്കെ കഴിച്ച് ഒരു ഉറക്കം ഉറങ്ങി എണീറ്റപ്പോൾ നല്ല മഴ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനപ്പോൾ എണീറ്റപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ വിചാരിച്ചു എന്നാൽ ഫിഷ് കറി ഉണ്ടാക്കാമെന്ന്. മഴയൊക്കെ അല്ലേ അപ്പോൾ എനിക്ക് ഫിഷ് കറി ഉണ്ടാക്കാൻ തോന്നി. എനിക്ക് ഫുഡ് കഴിക്കാനല്ല കുക്ക് ചെയ്യാനാണ് തോന്നി. അപ്പോൾ ഞാൻ ദേ ഫിഷ് കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. നമുക്ക് ടൊമാറ്റോ വേണം, ഗ്രീൻ ചില്ലി വേണം, കറി ലീഫ് വേണം, മിൻറ്റ് ലീഫ് വേണം, ഇഞ്ചി ഗാർലിക് പേസ്റ്റ് അല്ല, ഞാൻ എൻ്റെ കൈകൊണ്ട് കല്ലയിട്ട് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ദെൻ ഒനിയൻ, പിന്നെ കൊറിയാണ്ടർ ലീഫ്. നമ്മൾ ചട്ടി ചൂടാക്കി കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് നടുവേദനയ്ക്ക് നല്ലതായതുകൊണ്ട് ഞാൻ ഒത്തിരി എടുത്ത് ഇടുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുകൊണ്ടല്ല ഞാൻ കടുക് ഒത്തിരി ഇടുന്നത്, കാരണം അത് പൊട്ടുന്നതാണ് എനിക്കിഷ്ടമാണ്, അതാണ് മെയിൻ. ദെൻ സവാള ഇട്ടു, തക്കാളി ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, കറി ലീഫ് ഇട്ടു, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ടു. മല്ലിയിലയും പുതിനയിലയും ഞാൻ ഇട്ടില്ല, അത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ ഞാൻ മീൻകറി തീർക്കുന്നത്. ദെൻ അത് നല്ല രീതിയിൽ കുറച്ച് സാൾട്ട് ഇട്ടിട്ട് സോർട്ട് ചെയ്യണം, ഉപ്പിട്ട് സോർട്ട് ചെയ്യണം. അപ്പം പല സ്ഥലത്തും ഇത് ചങ്ങനാശ്ശേരി സ്റ്റൈലാണ് കേട്ടോ ഈ ഫിഷ് കറി. പല സ്ഥലത്തും പല രീതിയിലാണ് ഫിഷ് കറി ഉണ്ടാക്കുന്നത്. ചിലർ മല്ലിയിലയും പുതിനയിലയും ഇടാറില്ല, മോസ്റ്റ് ഓഫ് പീപ്പിൾ. ഞാനിടും. പിന്നെ തക്കാളിക്ക് ഓരോ ലെമൺ യൂസ് ചെയ്യുന്നവരുണ്ട്, കേട് യൂസ് ചെയ്യുന്നവരുണ്ട്. ചിലർ പുളിയെ യൂസ് ചെയ്യത്തില്ല, തക്കാളി യൂസ് ചെയ്യാറില്ല, കാരണം ഓൾറെഡി നമ്മൾ പുളി ഇടുന്നുണ്ടല്ലോ. ദെൻ പുട്ട് സം ടെർമറിക് പൗഡർ, ദെൻ പുട്ട് സം ചില്ലി പൗഡർ, ദെൻ കറുവറ. പക്ഷെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മല്ലിപ്പൊടി ഇടുന്നില്ല, കാരണം അമ്മ ഇവിടെ മല്ലിപ്പൊടി ഇടും. എല്ലാവരും കൊഴുപ്പിന് മല്ലിപ്പൊടി മീൻകറിക്ക് അത് ഇടാറുണ്ട്, പക്ഷെ ഞാൻ ഇടാറില്ല. എനിക്കെന്തോ അതിഷ്ടമല്ല. പക്ഷെ അതിനും കൂടി ഞാൻ മുളക് പൊടി എടുത്ത് കമഴ്ത്തുന്നുണ്ട്, കാരണം എനിക്ക് ഇവിടെ എല്ലാവർക്കും എരിവ് നിർബന്ധമാണ്, പ്രത്യേകിച്ച് എനിക്ക് എരിവ് മസ്റ്റാണ്. എനിക്ക് എല്ലാ ഫുഡിനും നല്ല എരിവ് വേണം. പിന്നെ നല്ലപോലെ അത് വഴറ്റി ആ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ വഴറ്റിയ ശേഷം നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി അതിൻ്റെ വെള്ളം നമ്മളിങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ മല്ലിയില വാരി വിതറുന്നുണ്ട്. എനിക്ക് മല്ലിയില ക്രേസാണ് ഗൈസ്, എനിക്ക് എല്ലാത്തിനും കൂടെ മല്ലിയില വേണം. ദെൻ അറ്റ് ലാസ്റ്റ് ഞാൻ ആ പുളിയുടെ വെള്ളം ഫുള്ള് ഒഴിക്കുന്നുണ്ട്. പുളി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, പുളി നമ്മൾ മീൻ്റെ കൂടെ എടുത്തോളൂ. ദെൻ പിന്നെ ഞാൻ മല്ലിയില കോരിയിട്ടു. എന്നിട്ട് ആ വെള്ളം, അതായത് വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കുമ്പം നമുക്ക് ഫിഷ് പീസാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പീസ് മീനായിരുന്നു, ഞാനതെടുത്ത് ഇങ്ങനെ ഇടുന്നുണ്ട്, നല്ലപോലെ ഇടുന്നുണ്ട്. മീൻസ് കമഴ്ത്താതെ ഞാൻ ഓരോ പീസായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത്, കാരണം പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ദെൻ ഞാൻ പുളി ഇടുന്നുണ്ട്. പുളി ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി ഗൈസ്, പുളി കിടക്കുന്ന കണ്ടില്ല. ദെൻ ഞാൻ മല്ലിയിലയും കൂടി പിന്നെ ഇട്ട് നല്ലപോലെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തുറന്ന് നോക്കുമ്പോൾ വെട്ടി തിളക്കുകയാണ്, ഫിഷൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഇത്രയും വെള്ളം വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വറ്റിക്കുന്നുണ്ട്. ഇത്രയും ചാറ് വേണ്ട ആക്ച്വലി, ഇവിടെ കുറച്ചൊന്ന് വറ്റിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഒഴിച്ചപ്പം കുറച്ച് കൂടിപ്പോയി. ദെൻ ഞാനതെടുത്ത് ടേസ്റ്റ് ചെയ്യാം. എൻ്റെ കറി ഞാൻ വേണമല്ലോ ടേസ്റ്റ് ചെയ്യാൻ. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാമോ! എൻ്റെ കൈപ്പുണ്യം കണ്ട് ഞാൻ തന്നെ കുറച്ച് നേരം എണ്ണിറ്റ് പോയി, പകച്ചു പോയി എൻ്റെ ബാല്യം. അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്തിരിക്കണം.